കടലിനടിയിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂട്ടുകാരി ജൂലിയ രാജകുമാരിയും അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ബ്ലൂ വെയിൽ, ഒക്ടോപസ്, ക്രാബ്, ഷാർക്ക്, ജെല്ലിഫിഷ്, മാക്രൽ, സ്റ്റാർഫിഷ്, പ്രോൺ എന്നിവരും ഒരുമിച്ച് ജീവിച്ചു. ജൂലിയയും കൂട്ടുകാരും സ്റ്റോർ റൂമിൽ. ഒരു ദിവസം ജൂലിയ രാജകുമാരിക്കും കൂട്ടുകാർക്കും വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാൻ തോന്നി. അവർ പച്ചക്കറികൾ ശേഖരിക്കാൻ സ്റ്റോർ റൂമിലേക്ക് പോയി. ജൂലിയയും കൂട്ടുകാരും സ്റ്റോർ റൂമിൽ കയറുന്നു. ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും കാണുന്നു. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ എത്ര പഴങ്ങളും പച്ചക്കറികളും. നമുക്ക് വേണ്ട പച്ചക്കറികൾ മാത്രം എടുക്കാം. അതെ അതെ, നമുക്കിതൊന്ന് തരം തിരിക്കാം. അവർ പഴങ്ങളും പച്ചക്കറികളും തരം തിരിക്കാൻ തുടങ്ങുന്നു. തക്കാളി, പയർ, വെണ്ടയ്ക്ക എന്നിവ കാണുമ്പോൾ എല്ലാവർക്കും സംശയമാകുന്നു. അവർ അതെടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. ഇത് നോക്കൂ, ഇത് നല്ല മധുരമുണ്ടല്ലോ. ഇത് പച്ചക്കറിയാണോ അതോ പഴമാണോ? അതെ, എനിക്കും സംശയമുണ്ട്. നമ്മളിത് സാധാരണ പച്ചക്കറിയായിട്ടാണല്ലോ കൂട്ടുന്നത്. ഈ വെണ്ടയ്ക്കയും അതുപോലെയാണല്ലോ. ഇത് എവിടെയാണ് വെക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സസ്യശാസ്ത്രജ്ഞൻ അങ്കിളിന്റെ അടുത്ത് പോയി ചോദിക്കാം. അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ തലയാട്ടുന്നു. സസ്യശാസ്ത്രജ്ഞന്റെ ലാബിൽ. അങ്ങനെ ജൂലിയയും കൂട്ടുകാരും സസ്യശാസ്ത്രജ്ഞൻ അങ്കിളിന്റെ ലാബിലേക്ക് പുറപ്പെട്ടു. അവിടെ അങ്കിൾ ഓരോ ചെടികളെയും പഠിക്കുകയായിരുന്നു. ജൂലിയയും കൂട്ടുകാരും ലാബിലെത്തുന്നു. സസ്യശാസ്ത്രജ്ഞൻ അങ്കിൾ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമസ്കാരം അങ്കിൾ, നിങ്ങൾക്കൊരു സംശയമുണ്ട്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചു തരാമോ? തീർച്ചയായും മക്കളെ, എന്താണ് നിങ്ങളുടെ സംശയം? അങ്കിൾ, ഇത് പഴമാണോ പച്ചക്കറികളാണോ? ഞങ്ങൾക്ക് ആകെ ആശയക്കുഴപ്പമായി. ഹാ ഹാ, നല്ല ചോദ്യം. ഇത് പലർക്കും വരുന്ന സംശയമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സസ്യശാസ്ത്രജ്ഞൻ അങ്കിൾ ഒരു ബോർഡിൽ എഴുതാൻ തുടങ്ങുന്നു. ചിത്രങ്ങൾ വരയ്ക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ സാധാരണയായി ഒരു ചെടിയുടെ വേര്, ഉദാഹരണം ക്യാരറ്റ്, തണ്ട്, ഉദാഹരണം സെലറി, ഇല, ഉദാഹരണം ചീര എന്നിവയെയാണ് പച്ചക്കറികൾ എന്ന് വിളിക്കുന്നത്. ഇവയ്ക്കുള്ളിൽ വിത്തുകൾ കാണില്ല. അങ്കിൾ ക്യാരറ്റ്, സെലറി, ചീര എന്നിവയുടെ ചിത്രങ്ങൾ വരച്ചു കാണിക്കുന്നു. അപ്പോൾ പഴങ്ങളോ അങ്കിൾ? നല്ല ചോദ്യം. ഒരു ചെടിയുടെ പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഉള്ളി വിത്തുകളുള്ള എല്ലാ സാധനങ്ങളെയും നമ്മൾ ശാസ്ത്രപരമായി പഴങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിൾ തക്കാളി, വെണ്ടയ്ക്ക, അവോക്കാഡോ എന്നിവയുടെ ചിത്രങ്ങൾ വരച്ചു കാണിക്കുന്നു. അപ്പോൾ തക്കാളി, പയർ, വെണ്ടയ്ക്ക, വെള്ളരി, അവോക്കാഡോ ഇവയൊക്കെ പൂവിൽ നിന്ന് ഉണ്ടാകുന്നതും ഉള്ളിൽ വിത്തുകൾ ഉള്ളതുമല്ലേ? അതെ അങ്കിൾ. അപ്പോൾ ഇവയൊക്കെ എന്താണ്? പഴങ്ങൾ. ഹോ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. ഒരുപാട് നന്ദിയുണ്ട് അങ്കിൾ. സാരമില്ല മക്കളെ, സംശയങ്ങൾ ചോദിച്ചു പഠിക്കണം. ജൂലിയയും കൂട്ടുകാരും സ്റ്റോർ റൂമിൽ തിരിച്ചെത്തുന്നു. സംശയങ്ങൾ ദൂരീകരിച്ച് ജൂലിയയും കൂട്ടുകാരും സ്റ്റോർ റൂമിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ അവർക്കെല്ലാം വ്യക്തമായി. അവർ സാലഡ് ഉണ്ടാക്കാൻ ആവശ്യമായ പഴങ്ങൾ കൃത്യമായി തരംതിരിക്കുന്നു. ഇനി നമുക്ക് ദയ്യമായി സാലഡ് ഉണ്ടാക്കാം. എല്ലാവരും സന്തോഷത്തോടെ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ജൂലിയയും കൂട്ടുകാരും സാലഡ് ആസ്വദിച്ച് കഴിക്കുന്നു. അങ്ങനെ ജൂലിയയും കൂട്ടുകാരും പുതിയ അറിവ് നേടി. രുചികരമായ സാലഡ് ഉണ്ടാക്കി കഴിച്ചു. നിങ്ങൾക്കും ഇനി പഴങ്ങളും പച്ചക്കറികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ?